എന്തായാലും നമ്മുടെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ മിഗാൽ സ്റ്ററെ നമ്മുടെ ആങ്കർ അതായത് കമൻറ്റേറ്റർ വരെ ഊക്കി വിട്ടു എന്ന് തന്നെ പറയണം. എന്തായാലും അതിന് ചോദ്യം ചോദിക്കുന്ന ആ ഒരു ടൈമിലാണ്, അതായത് ആ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ നമ്മുടെ മിഗാൽ സ്റ്ററെ ഊക്കിക്കൊണ്ടാണ് ആ ഒരു കമൻറ്റേറ്റർ എന്ന് പറയുന്നത്. എന്തായാലും അദ്ദേഹം ആ ഒരു ചോദ്യം എന്താണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ടാണ് 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും ഇതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ആദ്യത്തെ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിന് ഇങ്ങനെയാണ്, അതായത് നോവാ സുദൈ, അഡ്രിയാൻ ലൂണ ഈ ഒരു തന്ത്രമല്ലാതെ, അതായത് അവരെ ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു തന്ത്രമല്ലാതെ വേറൊരു തന്ത്രവും ഇല്ലേ, അല്ലെങ്കിൽ വേറൊരു തന്ത്രം എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ അടുത്ത ഗെയിമിലേക്ക് എന്നാണ് നമ്മുടെ കമൻറ്റേറ്റർ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ നമ്മുടെ മിഗാൽ സ്റ്ററെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിനും അറിയാം അദ്ദേഹത്തിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അഡ്രിയാൻ ലൂണ അല്ലെങ്കിൽ നോവാ സുദൈയെ എന്താ പറയുക ഇത് വെച്ചുകൊണ്ടാണ്. സോ ആ ഒരു ചോദ്യം തന്നെ കറക്റ്റ് കമൻറ്റേറ്റർ ഇട്ട് ചോദിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഉറപ്പായിട്ടും കമൻറ്റേറ്റർ ചോദിച്ചത് കറക്റ്റ് ചോദ്യമാണ്. നോവാ സുദൈ, അഡ്രിയാൻ ലൂണ അത് മാത്രമല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻസ്, അതായത് അവർ വെച്ചുകൊണ്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്ലാൻസ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്ലാൻസ് മിഗാൽ സ്റ്ററെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്ലേയേഴ്സ് അല്ല, എല്ലാവരും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, വിങ് കൂടെ കയറാനേ പറ്റുന്നില്ല, വിങ് കൂടെ കയറാനേ പറ്റും. സ്റ്റിൽ ആ ഒരു വിങ് പ്ലേ തന്നെയാണ് മിഗാൽ സ്റ്ററെ നടത്തുന്നത്. നമ്മൾ നടുക്കൂടെ പാസ് ചെയ്ത് ആ ഒരു ടൈപ്പ് ഓഫ് കളിയാണെങ്കിൽ കഴിഞ്ഞ കളി ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ആ ഒരു ചെന്നൈക്ക് അത് സെൻട്രലിലൂടെ ഉള്ള കളിയായിരുന്നു, നമുക്ക് നല്ല രീതിയിൽ കളിക്കാൻ സാധിച്ചു. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് അങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സാണ്, അതായത് സെൻട്രലിൽ കൂടെ കളിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സാണ്. സോ അതുകൊണ്ടാണ്, അതായത് ലോങ് പാസ് ചെയ്ത് കളിക്കാൻ അത്ര കേപ്പബിലിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് അല്ല നമുക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് പാസിൽ തന്നെ നോക്കണം, അതാണ് ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മിഡ്ഫീൽഡ് വെച്ച് കളിക്കാൻ നോക്കുമ്പോൾ. ബട്ട് അങ്ങനെയല്ല മിഗാൽ സ്റ്ററെ ചെയ്യുന്നത്. സ്റ്റിൽ ആ ഒരു ലോങ് ബോൾ വിങ്ങിലേക്ക് ആ ഒരു സെയിം ഗെയിം നമ്മളെപ്പോൾ കളിക്കുന്നു. കഴിഞ്ഞ കളി അങ്ങനത്തെ ഒരു കളിയല്ലായിരുന്നു, ബോൾ കൈവശം വെച്ച് പതുക്കെ ബിൽഡപ്പ് ചെയ്തൊരു കളിയായിരുന്നു. ഇത് സ്റ്റിൽ ലോങ് ബോൾ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. സോ എന്തായാലും ഈ ഒരു കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും മിഗാൽ സ്റ്ററെ നമ്മുടെ കമൻറ്റേറ്റർ ഊക്കിയതുമായിട്ട് അദ്ദേഹം അറിയാതെ ഊക്കിയതുമായിട്ട് ബന്ധപ്പെട്ടൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിന് ഗുഡ് ബൈ.